രാജസാഹിബ് വരുന്നി വഴി മാറിക്കോ. 2026 ഫസ്റ്റായിട്ട് ദളപതി വിജയുടെ ലാസ്റ്റ് പടം കാണാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഞാൻ പോയി തല വെച്ചത് ഒരു വേസ്റ്റ് പടത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. രാജാസാബ് പ്രഭാസിൻ്റെ പടം സംവിധാനം ചെയ്തിരിക്കുന്നത് മാരുതി വയ്യടങ്ങി. നമ്മൾ മനുഷ്യന്മാരാണ് കേട്ടോ ഇത് കാണാൻ പറഞ്ഞത്. എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് മനുഷ്യന്മാരാണ് ഇത് കാണാൻ പറയുന്നത്. ഒരു പരിഗണന ഒരു സിനിമ ഉണ്ടാക്കാൻ നേരത്തെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ കഥയിൽ എന്തെങ്കിലും ഒരു സാമാനമുള്ള സാധനം, ഒരു പുതിയുള്ള എന്തെങ്കിലും ഒരു പ്രഭാസിനെ വെച്ചിട്ടൊക്കെ ചെയ്യാണ്. എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ്, എന്തെങ്കിലും ഒരു കുറേ ഗിമ്മിക്സ്, CGI AI പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിരുന്ന് വായും പൊളന്നിരുന്ന് കൈയടിച്ച് പ്രഭാസിന് കൈയടിച്ച് വീഴുമെന്നു ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കഥയിൽ ഇത് കൊള്ളാമെന്നും പറഞ്ഞു കൊടുക്കാൻ ബോധമുള്ള ഒരുത്തരും ഇല്ലേ? എങ്ങനെ ഇത് 3 മണിക്കൂർ പാവം കിട്ടുവാടാ നിങ്ങൾക്ക്? സത്യം പറഞ്ഞാൽ 3 മണിക്കൂർ ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരെ പിടിച്ചിരുത്തി ടോർച്ചർ ചെയ്യിപ്പിക്കണേന്. ഇത് ഹൊറർ പടം എന്നൊക്കെ പറയാണ്. ഇത് ഹൊറർ പേടിക്കാനും ഇല്ല, എന്നാൽ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞ ഒന്നുമില്ല. ഇതിൽ കൊള്ളാതെ പറയാനാണെങ്കിൽ ഇതിൻ്റെ വിഷ്വൽസ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നല്ല ക്ലാരിറ്റിയാണ്, ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ ഈ സിനിമ കാണാൻ. അതായത് നമ്മളൊരു TV ഒക്കെ വിൽക്കണ കടയിൽ പോകുമ്പോൾ അവിടെ കുറേ വിഷ്വലൊക്കെ ഇട്ട് വെച്ചിരിക്കുമല്ലോ. ആ വിഷ്വൽ കാണുമ്പോൾ തന്നെ നമ്മൾ TV സൂപ്പറാണ് എന്ന് വിചാരിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ ഇതിൻ്റെ വിഷ്വൽസ് ഫസ്റ്റ് ഒരു പാട്ട് എടുത്ത് വെച്ചിരിക്കണത്, അങ്ങനെ കുറേ സാധനങ്ങൾ, ഭയങ്കര കണ്ണൻ ചിപ്പിക്കുന്ന സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇത്രയും മാത്രമേ എനിക്ക്. പിന്നെ കോസ്റ്റ്യൂംസൊക്കെ കൊള്ളാം, ആർട്ട് അത്യാവശ്യം രസമായിരുന്നു. വേറെ ഒന്നും എനിക്ക് പറയാനില്ല അതിനെക്കുറിച്ച്. ഇതെടുത്ത് വെച്ച് ഇത് വിജയിൻ്റെ പടം ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഒരു ട്രിബ്യൂട്ടാണെന്ന് തോന്നും. കാരണം വിജയെ പോലെ ഒരു ടീഷർട്ടിൻ്റെ പുറത്ത് ഉടുപ്പ് തുറന്നിട്ടാണ് നമ്മുടെ പ്രഭാസ് വരുന്നത്. അത് മാത്രമല്ല കുരുവിയിലെ അതേ രംഗം സ്പൂഫായിട്ട് ഇതിൽ എന്നെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കുരുവിയിലെ പറക്കൽ ഉണ്ട്. സൂപ്പറാണ് പറക്കൽ. അങ്ങനത്തെ പറയുന്നത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പരിപാടികളുണ്ട്. മൊത്തത്തിൽ വയ്യട, എൻ്റെ അഭിപ്രായം പറയാൻ വയ്യ. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ട്രാൻസ് അവസ്ഥയിൽ കൂടി ഇതിൽ സിനിമയിലെ നായകൻ പോകും. യഥാർത്ഥത്തിൽ നടക്കുന്നതാണോ, മായക്കാഴ്ചകളാണോ, ഒരു ഉറക്കത്തിനപ്പുറമുള്ള റിയാലിറ്റി, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു ട്രാൻസ് അവസ്ഥയിൽ ഇവിടെ ഇരുന്ന് മയങ്ങി ഒരു പാതി മയക്കത്തിൽ വേറെ സ്വപ്നമൊക്കെ ഉണ്ട് സുഖമായിട്ടിരുന്ന് ഉറങ്ങിയൊക്കെ ഈ സിനിമ കാണാം. ഞാനും അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ആനന്ദ തുന്തിലമായിട്ടുള്ള ആ അനുഭവത്തിലൂടെ കടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ പടത്തിൽ ഈ സിനിമ പ്രഭാസും അമ്മുമ്മയും മുത്തശ്ശിയും കൂടിയുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇവിടെ നമ്മളെയൊക്കെ അമ്മൂമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എത്ര ഒരു 80 വയസ്സ് പോട്ടെ, 90 വയസ്സായാൽ കൂടെ ഇവർ ജനിച്ചത് ഒരു 1930-40 കാലഘട്ടത്തിലായിരിക്കണം അവർ ജനിച്ചിട്ടുണ്ടാവുക അല്ലേ? ആ ഒരു ഇതാണ് അത്. ഇവ സ്മാർട്ട് ഫോണും മറ്റേ ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടം തന്നെ ഇത് കാണിക്കണേ. അപ്പോൾ ആ സമയത്ത് 30 ജനിച്ചതും പോട്ട്, 30-ലാണെങ്കിൽ കൂടെ ഇവർക്കൊരു 30-28 വയസ്സ് വെച്ചിട്ട് കാണിക്കുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് ആ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ആ ഒരു കാലഘട്ടമല്ലേ കാണിക്കേണ്ടത്. ഇതിൽ മറ്റേ ബാഹുബലിയിലെ മഹിഷ്മതി സാമ്രാജ്യം ഭരിക്കും പോലത്തെ ഒരു കാലഘട്ടം എൻ്റെ അമ്മമാരുടെ ചെറുപ്പക്കാരെ കാണിക്കുന്നത്. എന്നിട്ട് ഇവൻ വന്നതിന് ഇപ്പോഴത്തെ കാലഘട്ടം അതെന്താണെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവില്ല. അതെന്ത് യുക്തിയാണെന്നുള്ളത്. ഈ പഴയ നമ്മുടെ സഞ്ജയ് ദത്തും ഈ അമ്മച്ചിയുടെയൊക്കെ കാലഘട്ടം കാണിക്കുന്നത് രാജാപ്പാട്ട് കാലഘട്ടം. അവരെ കൊച്ചുമകനായിട്ട് പ്രഭാസ് വരുമ്പം പുതിയ കാലഘട്ടം. വളരെ മികച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു. അവിടെ തന്നെ നല്ല അതുപോലെ ഇതെല്ലാം നല്ല ചേർന്ന് പോകുന്ന രീതിയിലാണ് പടം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് അമ്മച്ചി അവനും കൂടി വെറുപ്പിക്കൽ, അപ്പൂപ്പനെ കാണണം എന്നുകൊണ്ട് കുറേ നേരം ഇരുന്നിട്ട് ഇവൻ്റെ ക്യൂട്ട്നെസ് പരിപാടി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. പ്രഭാസിൻ്റെ മുഖമൊക്കെ ഒരുമാതിരി പടം വരച്ച് വെച്ചോളിരിക്കണം. പ്രഭാസിൻ്റെ AIC അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, CG അല്ല, പക്ഷേ പടം വരച്ച് വെച്ചോലെ ഇവിടെ പുരികം വരച്ച് വെച്ചിരിക്കുന്നു, താടി ഇവിടെ വരച്ച്, അങ്ങനെ ഒരു പ്രത്യേകതരം ഒരു മനുഷ്യനെ പോലെ ഒരു മെഴുകു പ്രതിമ വന്നിരിക്കും പോലെയാണ് പ്രഭാസിന് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പാട്ട്, വെറുതെ ഒരു പാട്ട്, ഒരു ഫൈറ്റ്, ഇതൊക്കെ ഇട്ട് അങ്ങനെ പോവേണം വിജയുടെ പഴയ പടം പോലെ. പിന്നെ ഒരു പള്ളിക്കകത്ത് പോയിട്ട് കുറച്ച് അവരാതോടെ ഇവൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആദ്യം ഓപ്പോസിറ്റ് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ യഥാർത്ഥ കാര്യം പറയുള്ളൂ. അതിനുള്ള സമയം കിട്ടിയാൽ കൊള്ളാം. ഈ പടത്തിൽ മൊത്തത്തിൽ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കണ്ടിട്ട് അതിൻ്റെ പറയാൻ പോവുക, കിളി പോയി വരുത്തലാണ്. അപ്പം വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരിടത്ത് എത്തുമ്പോൾ ഒരു പള്ളി കാണുമ്പം അതിൻ്റെ പറയുക പോകും, ഒരു പെണ്ണെ കാണുമ്പോൾ അതിൻ്റെ പറയുക പോകും. അവിടുത്തെ കുറേ കോട്ടപരാധം സഹിക്കാൻ പറ്റുള്ളൂ. അത്രയും നേരം ഇങ്ങനെ കാണിച്ച് വേർപ്പിച്ച് പാട്ട്. ഇതിൻ്റെ റൊമാൻസ് ഉണ്ട്. റൊമാൻസിൻ്റെ പൊന്നു മാളവിക മോഹൻ നല്ല നടിയാണ്. എന്തിനാണ് പൈസ കിട്ടുന്നുണ്ട് ഈ റോളിലൊക്കെ പോയി ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സാധനം വേണ്ടേ? പൈസ മാത്രം മതിയോ? ഇതിൽ മാളവിക മോഹൻ, അതുപോലെ നിധി അഗർവാൾ, ഋത്വിക് കുമാർ, ടൂസം ത്രീസം ഫോം, എന്തൊക്കെ ഒരു പ്രത്യേകതരം റിലേഷൻഷിപ്പും റൊമാൻസും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റൂല.
അപ്പോൾ അവൻ നീ നീ ഇവിടെ ഉള്ളതോർത്ത് ഞാൻ സന്തോഷിക്കണമോ അതോ ഈ അവസ്ഥ ഓർത്ത് വിഷമിപ്പിക്കണോ? അയ്യോ എൻ്റെ അവനോ. കൂൾ. അതിനുശേഷം ആ പള്ളിയുടെ പരിപാടി കഴിഞ്ഞു. പിന്നെയാണ് ഇത് ആദ്യമൊന്നും ഹൊററിൻ്റെ ഇതൊന്നുമില്ല, തുടക്കം എന്തോ കുറച്ച് നേരം കാണിച്ചിട്ട് പോയതേ ഉള്ളൂ. പിന്നെ സമുദ്രക്കനി വന്നിട്ട് എന്തോ വലിയ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സമുദ്രക്കനി ഈ കമ്മലൊക്കെ എടുത്ത് പുരികത്തിലാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. പിന്നെ ഇതിങ്ങനെ പോയിട്ട് ഏഞ്ചൽ ഡാർലിംഗ് എന്ന് വിളിച്ചവൻ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നത്. ആ പെണ്ണുങ്ങൾ ആർക്ക് കണ്ടാലും ഇവനെ കണ്ട വീഴും. അപ്പം ഇവൻ റൊമാൻറ്റിക് ചോക്ലേറ്റ് ഹീറോയാണ് പ്രഭാസ്. പെമ്പിള്ളേരൊക്കെ അങ്ങനെ പഴയ സിനിമകളിൽ കാണിച്ചിരിക്കുന്ന പരിപാടിയില്ലേ, അതേ പരിപാടി. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇൻ്റർവൽ ബ്ലോക്കിൽ അടുപ്പിച്ച് കുറച്ച് ഹൊറർ പരിപാടി. അതിൽ ചിലയിടത്തൊക്കെ CGI നന്നായിട്ടുണ്ട് കേട്ടോ. ഉള്ളതുള്ളപോലെ പറഞ്ഞു. ചിലയിടത്ത് CGI ഈ ഒരു മുതലയൊക്കെ വരുന്നുണ്ട്. മുതലയിലൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. ചിലത് CGI ആണെന്ന് മനസ്സിലായാൽ പോലും അത് ഞാൻ പറഞ്ഞു വിഷ്വലി നല്ലതായതുകൊണ്ട് കൊള്ളായിരുന്നു. ഭയങ്കര സംഭവമൊന്നുമല്ല. എന്നിരുന്നാലും അവർ കുറച്ച് ഒരു ആട് വന്ന് സ്വയം ആത്മഹത്യയൊക്കെ ചെയ്യും. സ്വയം ആത്മഹത്യ എന്ന് പറഞ്ഞ തെറ്റാണ്. ഒരാട് വന്ന് ആത്മഹത്യ ചെയ്തു, കഴുത്തിങ്ങനെ വെച്ചിട്ട്. അങ്ങനെ കുറേ വെറൈറ്റി ചിന്തകളൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെ മാരുതി സുസുക്കി. പിന്നെ അങ്ങോട്ട് ലോക്കഡാണ്. പിന്നെ സ്ഥിരം നമ്മുടെ ഒരു തമിഴ് DD റിട്ടേൺസ് അങ്ങനത്തെ പടങ്ങളില്ല. അതുപോലെ ഏതെങ്കിലും ഒരു ആളില്ലാത്ത ഒരു വീട്ടിനകത്ത് പോവുക, അവിടെ പ്രേതത്തിൻ്റെ പിത്തലാട്ടങ്ങൾ, ഇതിൻ്റെ ഇടയിൽ അവരത് അനുഭവിച്ച് നടക്കുക, അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും, അവിടെ ലോക്കായി പോവുക, അതൊക്കെ തന്നെ. എന്നാൽ അവിടെ ഹൊററായിട്ടുള്ള ഒന്നുമില്ല, കോമഡി ആയിട്ടുള്ള ഒന്നുമില്ല. ആകെപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്ന് ഈ വെറുപ്പിക്കൽ. ഇവരെന്തോ ടൂറ് പോയി എവിടെ കിടക്കും പോലെയാണ് ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രേതത്തിൻ്റെ ഒരു സാധനമുണ്ട്, ജീവൻ അപകടത്തിൽ ഒന്നുമില്ല. വെറുതെ അത് ഇത് ആർക്ക് വേണ്ടി ഈ പടം എഴുതി വെച്ചിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് കാണുമ്പം. ഈ ബോബൻ കയറാൻ ഈ പാവപ്പെട്ട മനുഷ്യൻ വന്ന് നിന്നിട്ട് മറ്റേ നമ്മളെ ഇയാളെ ലെവലിൽ തള്ളു, മേൽപ്പാട ലെവലിൽ തള്ളി വന്നപ്പോഴേക്കും ഇയാളെ തള്ളു സഹിച്ച് നമുക്ക് ഇങ്ങനെ ഇത് കിണ്ടി എടുത്തറിയുന്ന ഒരു സീനുണ്ട്. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോരുത്തവർ വന്ന് അങ്ങ് വരുന്നു പോകുന്നു. പിന്നെ വേറെ കുറേ 2 പേരെ കോമഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് പുഷ്പയിലുള്ളവർ, അവർക്കൊന്നും കുളിക്കാൻ നനയ്ക്കൊന്നുമില്ല. ആദ്യമേ കാണുന്ന മുഖത്ത് ഒരുത്ത കരിയും തേച്ച് തുടങ്ങി നടക്കുകയാണ്, ഫുള്ള് കരിയും തേച്ച്. അത് ഞാൻ വെച്ചാൽ ഒരു ദിവസം ഒക്കെ കാണിച്ചിട്ട് അങ്ങ് പോകുമായിരുന്നു. എന്തോ മറ്റേ കരി പോയച്ചൊന്നുമുണ്ട്. അവൻ ഇങ്ങനെ ഫുള്ള് കരിയും തേച്ച് ഷോക്ക് അടിച്ച പോലെ നടക്കണം. വേറെ ഒരുത്തേക്ക് നടക്കണം. ഇങ്ങനെ എന്തൊക്കെയോ ആളും കുറവാണ്. ഒരു റൂമിനകത്തിട്ട് ലോക്കായിട്ട് ഒരു സഫോക്കേഷൻ ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് പുറത്ത് പോകാൻ പറ്റാതെ അകത്ത്. ആ സഫോക്കേഷൻ നമുക്കാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ ക്യാരക്ടേഴ്സിന് അങ്ങനെ ഇല്ല. അവന്മാരെ അവിടെ എൻജോയ് ചെയ്യാണ്. ഈ വൈബടിച്ച് ടൂർ പോയതുപോലത്തെ ഒരു ഹണിമൂൺ പരിപാടിക്ക് പോയതുപോലെ എൻജോയ് ചെയ്യണം. പ്രഭാസും റൊമാൻസും മറ്റവന്മാർ വേറെ കോമഡി പരിപാടിയാക്കിയിട്ട് അയാളോട് നമ്മളിവിടെ ഇരുന്ന് ഒരിടത്ത് ലോക്കായതുപോലെ ഇങ്ങനെ സഫോക്കേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചോദിക്കും നിനക്ക് ഇത് കണ്ടോണ്ടിരിക്കുന്നത് എന്തിനാണ്, വീട്ടിൽ പൊയ്ക്കൂടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ഒരു ഉറക്കത്തിനും സിനിമയ്ക്കും ഇടയിലുള്ള ഒരു ആനന്ദ തുന്തില നടനമുണ്ട്, അതിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോയിട്ട് പിന്നെ അങ്ങോട്ട് ഇതങ്ങനെ തീർക്കണമെന്ന് പറഞ്ഞിടാം. ഇതിട്ട് വലിച്ച് നെടുക്കി 3 മണിക്കൂർ. ഇത് തീരുന്നില്ലല്ലോ എന്ന് നമ്മളിങ്ങനെ സമയം നോക്കുന്നു. പാട്ടുകൾ ഒരാവശ്യമില്ലാതെ ഈ ഹൊറർ സീനിൻ്റെ ഇടയിൽ വന്ന് നിന്നിട്ട് റൊമാൻറ്റിക് പാട്ടുകൾ ഇങ്ങനെ മാറി തിരിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കണം. നടിമാരൊക്കെ ചുമ്മാ ഇവ അപ്പൂപ്പനെ കണ്ടുപിടിക്കാനാണ് പോയത്. അപ്പൂപ്പനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ യാത് കാട്ടിൽ പോയിരുന്നാലും എല്ലാവരും അന്വേഷിച്ച് അവൻ്റെ അടുത്ത് വരും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ പിന്നെ വേറെ അതിൻ്റെ പുറത്ത് വേറെ ഒരു ഫ്ലാഷ് ബാക്കിലൊരു ട്വിസ്റ്റ് ഉണ്ട്, ടൈം ട്രാവൽ എന്തൊക്കെയോ പരിപാടികളുണ്ട്. ലാസ്റ്റ് ഫൈറ്റ് ഉണ്ട്, ഭയങ്കര ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഹാരി പോട്ടറിൻ്റെ മ്യൂസിക്കൊക്കെ കയറി വരുന്നുണ്ട്. തമൻ്റെ മ്യൂസിക് അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ. ഈ ഹാരി പോട്ടർ കുറച്ച് കോപ്പിയുണ്ട്, പക്ഷേ ചിലയിടത്തൊക്കെ തമൻ്റെ മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഒരു ആശ്വാസം എന്ന് പറയാം. സെറീന വഹാബ് തുടക്കം പോലുള്ള ഒരു വെറുപ്പിക്കൽ അമ്മച്ചി കഥാപാത്രം. നമ്മുടെ ശാന്തിയുള്ള എണ്ണം പറയുമ്പോൾ ഇതിനെയൊക്കെ മുകളിലോട്ടങ്ങ് എടുത്തുകൊണ്ട് പോയിക്കൂടായിരുന്നു എന്ന് നമുക്ക് ആലോചിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിരുന്നു അത്. അങ്ങനെ ആയിരുന്നെങ്കിൽ പടം ഒന്ന് നേരത്തെ തീരുമായിരുന്നു എന്നൊരു ആശ്വാസം ഉണ്ടായിരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു സിനിമയുടെ 3 മണിക്കൂർ. ഞാനൊരു സിനിമയ്ക്ക് ഇത്രയും എന്നാലും നമുക്ക് കോമഡി ആയിട്ടെങ്കിലും ആസ്വദിക്കാൻ പറ്റണം, അതും പറ്റുന്നില്ല. ഇതിങ്ങനെ ഇരുത്തി വെറുപ്പിച്ച് 3 മണിക്കൂർ. എന്തിന് പറയണം, സഞ്ജയ് ദത്തുണ്ട്. അയ്യോ ബുലോ കോമഡി പ്യൂസ് പ്രേതം എല്ലാ ശക്തിയും എല്ലാം ഇതുമൊക്കെ ഉണ്ട്. പ്രേതം തന്നെ വേറെ കുറേ ഹിപ്നോട്ടിസം, ഇലുമിനാറ്റി, ഇങ്ങനെ കുറേ മൾട്ടി ഫ്ലേവറുള്ള ഒരു പ്രേതമാണ്. പക്ഷേ കാര്യമൊന്നുമില്ല. ഒരു നിഷ്കു പാവപ്പെട്ട ഒരു ഉണ്ണാക്കം പ്രേതം. ഒരുപാട് പറയണമെന്നുണ്ട്, ഒന്നും നമുക്ക് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അനുഭവിച്ചറിയേണ്ട കാഴ്ചകളാണ്. നിങ്ങളെല്ലാവരും കാണുക. ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ആദ്യമായിരിക്കും. അത് ഞാൻ ഉറപ്പിച്ച് പറയാം, ഇത്തരത്തിലുള്ള ഒരു അനുഭവം. ഇപ്പോൾ എനിക്കത് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. പോവുക, കാണുക, അനുഭവിക്കുക. സൂപ്പർ. എന്തരാ വരട്ടെ.